ഹലോ. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഉത്സവ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞങ്ങളുടെ പോലാനിയിലെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവമാണ്. ഉത്സവം തുടങ്ങിയിട്ട് 2 ദിവസമായി. പക്ഷെ നമ്മളെല്ലാരും അടിച്ചു പൊളിച്ച് ആഘോഷിക്കുന്നത് കാവടിയുടെ അന്നാണ് കേട്ടോ. ഇന്നാണ് കേട്ടോ പോലാനി ദേശക്കാരുടെ ഉത്സവം. ആനപ്പൂരം കാവടിയായിട്ട് ഇന്നാണ് എല്ലാവരും ആഘോഷിക്കുന്നത്. അപ്പൊ കാലത്ത് തന്നെ ഞങ്ങൾ അമ്പലത്തിലേക്കൊക്കെ വന്ന് ഭഗവാനെ തൊഴുത് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ആനപ്പൂരം നടക്കണ്ടായി. ആനപ്പൂരം കഴിഞ്ഞ് ആന വരുന്നതാണ് ഞങ്ങൾ കണ്ടത്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും അവിടെയൊക്കെ എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. നന്ദും സൂര്യനും ഞാനും അമ്മയും ചേട്ടനൊക്കെ കൂടി നമ്മൾ അമ്പലത്തിൽ നിന്ന് വന്നപ്പോഴേക്കും കാവടിക്കാരൊക്കെ വന്നു കേട്ടോ. ഇനിയിപ്പോ ഇവിടെ നിന്ന് ആടും നമ്മുടെ വീടിന്റെ മുറ്റത്താണത്. ഇവിടെ നിന്ന് ആടിയിട്ട് പിന്നെ അടുത്ത സെറ്റ് വരെ അങ്ങനെയാണ്. ഓരോ കരക്കാർക്കും ഓരോ സെറ്റാണ്. അങ്ങനെ ഇനിയിപ്പോ കാവടി വരവായിരിക്കും ഓരോ സെറ്റിന്റെ. എന്നിട്ട് ഇത് അമ്പലത്തിൽ വന്ന് ഉച്ചയോടുകൂടി കൂട്ടയാട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അത് നല്ല രസം കാണാനായിട്ട്. അവിടെ ആനപ്പൂരൊക്കെ ഉണ്ട്. ഉത്സവത്തിന് എല്ലാവരും വന്നിട്ടുണ്ട്. നിമിഷയ്ക്ക് പ്രമോദേട്ടൻ ഉത്തര, ബാബാങ്കു ശാന്തി, പപ്പു, മാളു, മാളുവിന്റെ അമ്മ ജയാന്റി, ഷീനാന്റി, ഹിമച്ചേച്ചി, മാശേട്ടൻ, പിന്നെ പിള്ളേര് സെറ്റ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോസ് ഒക്കെ എടുത്ത് ഞങ്ങൾ തറവാട്ടിലേക്ക് പോട്ടെ. ഇന്ന് ഫുഡ് ഉച്ചയ്ക്ക് തറവാട്ടിലായിരുന്നു. ഞങ്ങളെല്ലാവരും ഉച്ചയ്ക്ക് ഉത്സവത്തിന് തറവാട്ടിലാണ് കൂടാറ്. എന്നിട്ട് അവിടെ നിന്ന് എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് കുറച്ചേരൊക്കെ ഇരുന്ന് പിന്നെ ഞങ്ങൾ ആനപ്പുരത്തിന് പോകുന്നു. അങ്ങനെ ഞങ്ങൾ ഇതേ ഉച്ചയ്ക്ക് റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ആനപ്പുരത്തിന് പോകാട്ടോ. ഞങ്ങൾ ഏകദേശം 5:30 പോയുള്ളൂ. ആനപ്പുരം 3 മണിക്ക് തുടങ്ങും. എന്നാലും ഞങ്ങൾ വെയിലൊക്കെ ആറിയിട്ട് സമാധാനത്തിൽ പിള്ളേരൊക്കെ കൊണ്ടാണ് പോയത്. അപ്പോഴത്തേക്കും ആനപ്പുരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ദൈവം നടക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായി കാണാനായിട്ട് പിള്ളേർ. ഞങ്ങൾ നന്ദു, കിച്ചു, സൂര്യൻ, സൗമ്യ ചേച്ചി, ഉഷാന്റി, ബാബങ്കള്, യമുനാന്റി, അങ്ങനെ ഞങ്ങൾ ഇത്രയും പേരായിരുന്നു ആ സമയത്ത് പോയായിരുന്നെ. എന്നിട്ട് ഞങ്ങൾ കുറച്ചു നേരം അവിടെ ആനപ്പൂരൊക്കെ കണ്ടതിന് പിന്നെ ചുറ്റും കറങ്ങി. പിള്ളേർക്കാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് സമാധാനം ഉണ്ടായിരുന്നു കളിപ്പാട്ടം വാങ്ങാനായിട്ട്. അങ്ങനെ ഞങ്ങൾ കളിപ്പാട്ടങ്ങളും ഒക്കെ വാങ്ങാനായിട്ട് അപ്പുറത്തേക്കൊക്കെ പോയി. ഫ്രണ്ടിൽ ആനപ്പൂരം നടക്കണമെങ്കിൽ നമുക്ക് ചുറ്റും ഇങ്ങനെ നടക്കാം കേട്ടോ. അതിന്റെ ബാക്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ പെട്ടിക്കാരും നിറച്ചൊക്കെ ഉണ്ട്. അപ്പൊ പിള്ളേർക്ക് അത് കളിപ്പാട്ടങ്ങളും ഒക്കെ വാങ്ങി ഒക്കെ ഞങ്ങൾ അവിടെ നിൽക്കുന്നു. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ വന്നപ്പോഴേക്കും നന്ദുവിന്റെ ഫ്രണ്ടിനെ കണ്ടു. പിന്നെ കുട്ടിയോട് സംസാരിച്ചൊക്കെ നിന്ന് ഞങ്ങള് എല്ലാവരും കൂടി അവിടെ വെയിറ്റ് ചെയ്യാറുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ ഉത്സവം എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്തൊരു ഫീലിംഗ് ആയിപ്പോയി. പണ്ടുള്ള ആൾക്കാരും ചെറുപ്പത്തിലത്തെ കൂട്ടുകാരത്തികളൊക്കെ കണ്ടപ്പോൾ ആന്റിമാരുടെ സന്തോഷമൊക്കെ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നിയിട്ടോ. അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് വന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് പോയി ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം വരാനായിട്ട്. അപ്പൊ ഇന്ന് റോഡിലൊക്കെ നിറച്ച് ലൈറ്റുകളൊക്കെ ഇട്ട് നല്ല ഭംഗിയിട്ട് കാണാൻ. നമ്മുടെ വീടും കാണാൻ നല്ല രസത്തെ ലൈറ്റൊക്കെ ഇട്ടിട്ട്. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ രാത്രി ആട്ടോ അമ്പലത്തിൽ പോണത്. അപ്പൊ ദേ ഓരോ സെറ്റ് കാവടികളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം 12 മണിയായി. ഇനി ഓരോ സെറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ആടി ഇങ്ങനെ 3 മണി വരെ ഉണ്ടാവും കേട്ടോ കാവടിയാട്ടം. പലതരത്തിലുള്ള കാവടി തന്നെ. ശരിക്കും നല്ല രസമുണ്ടൊക്കെ കാണാനായിട്ട്. നടന്ന് കാണാനുണ്ട്. ഈ വർഷത്തെ ഉത്സവം നമ്മുടെ തീരാൻ കേട്ടോ. ഓർക്കുമ്പോൾ ഇച്ചിരി വിഷമമുണ്ടെങ്കിലും ഇനി അടുത്ത ഉത്സവത്തിന് നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ അടുത്ത ദിവസം.